എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഗാർഡൻ ടൂർ എന്ന് പറയുമ്പോൾ വീടിന് പുറത്തെ ഗാർഡൻ മാത്രമല്ല, വീടിനുള്ളിൽ തന്നെ തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വീടിനുള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന ചെടികളാണ്. അടുക്കളയിലാണെങ്കിൽ ബർത്തിൻ്റെ മേലെയും ഫ്രിഡ്ജിൻ്റെ മേലെയും ജനലിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ ഇതേ കുപ്പിയുടെ പുറത്ത് പെയിൻറ്റ് പൊടിച്ച കുപ്പിക്കുള്ളിൽ വെള്ളം നിറച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുക. എന്താ ഈ ഗ്ലാസ്സിനകത്തൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അടിയിൽ വേരൊക്കെ പൊട്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും. അപ്പം വേരൊക്കെ വന്ന് ഇത് നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ നല്ല ഭംഗിയല്ലേ കാണാൻ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടിലും നിറയെ ചെടികളാണ്. പിന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുമ്പിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കാരണം ഇതൊന്നും മറിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് മാത്രം. ഈ ചെടിയുടെ ഇലക്കൂടെ പൂവക്കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പറ്റും. ഒരു മങ്ങൽ പോലെ, ഒരു പൊടി പോലെ തോന്നില്ലേ. ഇതൊക്കെ നിറച്ച് പൂ കായ്ക്കുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ചെന്നത് അധികം പൂവില്ലാത്ത സമയത്തായിപ്പോയി. നല്ലപോലെ പൂ കായ്ക്കുമ്പോൾ ഒന്നുകൂടി വീഡിയോ എടുത്തിടാവേ. റോസ, ചെത്തി, ചെമ്പരത്തിയൊക്കെ നിറയെ പൂ കായ്ച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ വീഡിയോ എടുത്തിടാം. അപ്പോൾ ഞാൻ എന്തോ ശരിക്കും പൂവില്ലാത്ത സമയത്താണ് വീഡിയോ എടുക്കുന്നത്. ഇത് സത്യത്തിൽ എൻ്റെ വീടല്ല കേട്ടോ. റിട്ടയർമെൻറ്റ് ആഘോഷിക്കുന്ന 2 യുവ മിഥുനങ്ങളുടെ വീടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിട്ടയർമെൻറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരീരം കൊണ്ട് പ്രായമായാലും മനസ്സുകൊണ്ട് ചെറുപ്പം ആയിട്ട് നിൽക്കുന്ന 2 പേരാണ് അവർ. അടുത്തുള്ള വീട് തന്നെയാണ് കേട്ടോ. ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം. പിന്നെ ബന്ധുക്കാരും കൂടിയാണേ. അപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ ആയി കഴിയുമ്പോഴേ ഈ പ്രായത്തിലൊക്കെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം മറന്ന് ചെടികളും പച്ചക്കറികളും ഒക്കെ പരിരക്ഷിച്ച് കൊണ്ടുപോകുമ്പം അതൊരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമല്ലേ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറക്കും. അപ്പോൾ ഈ കാണുന്ന കടലാസ് ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതേക്കൂടെയൊക്കെ കുറച്ചുകൂടെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നിറച്ച് പൂ കായ്ച്ച് നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെ ഒരു മഴ പെയ്തപ്പോഴേക്കും ഒത്തിരി പൂവൊക്കെ പൊഴിഞ്ഞു പോയി. പിന്നെ ഈ ഗാർഡനിൽ ഒരു കറുത്ത ഷീറ്റ് വിരിച്ചിരിക്കുന്ന കേട്ടോ നിലത്ത്. ഇതുപോലെ ഇരുന്ന സ്ഥലമാണ് അത് കേട്ടോ. അവിടെ ഷീറ്റ് വെച്ചിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ മണ്ണ് മാത്രമായിരുന്നപ്പോൾ എപ്പോഴും കാട് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാട് എപ്പോഴും കാട് പറിച്ച് കളയൽ തന്നെ ഒരു പണിയല്ലേ. പണി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എപ്പോഴും ഇങ്ങനെ പുല്ല് വളർന്നുകൊണ്ടിരിക്കുക, കാട് പറിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിരിക്കുന്ന ഷീറ്റായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാടൊന്നുമില്ല. ഈ പന കണ്ടോ, ഇത് നല്ല രസമാണ് കാണാൻ. പിന്നെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു മാങ്ങയില്ല. ഈ പ്രാവശ്യം ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും മാങ്ങ കായ്ച്ചിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഒറ്റ വീട്ടിൽ മാങ്ങയില്ല. പറഞ്ഞ പോലെ ഈ പനയുടെ കായ ഇത് നേരിട്ട് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിപ്പോൾ ഓറഞ്ച് കളറായിട്ടുള്ളൂ. നല്ല ചുമപ്പ് കളറാവും. ആദ്യം പച്ച കളറായിരിക്കും, പിന്നെ ഇത് ചുമന്ന് വരും. ഇപ്പോൾ ഓറഞ്ചിലായിട്ടുള്ളൂ. നല്ല ചുമന്ന് കഴിയുമ്പോൾ പൊഴിഞ്ഞു വീണിട്ടേ ഇതിൻ്റെ അടിയിൽ തൈകളൊക്കെ മുളച്ച് വരാറുണ്ട്. അപ്പം എൻ്റെ പിള്ളേരൊക്കെ പോയിട്ട് ഈ കാ പറിച്ചുകൊണ്ട് വന്നിട്ട് ചുമ്മാ മണ്ണിൽ കുഴിച്ചിടും, ഉണ്ടായി വരാനാണെന്നും പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ തൈ തന്നെത്താനും ഉണ്ടായി വരും കേട്ടോ. ആ നല്ല ചുമന്ന് തുടുത്ത് കഴിയുമ്പം അത് ചുമ്മാ മണ്ണിൽ പാകിയിട്ടുണ്ടെങ്കിൽ തയ്യായി വന്നോളൂ. റംബൂട്ടാൻ കായായി വരുന്നതേ ഉള്ളേ. പൂവ് മൊട്ടിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മീൻകുളം ഉണ്ട്. സാധാരണ എല്ലാവരും വളർത്തുന്ന പോലെ ഫിലോപ്പിയ വളർത്തുന്നുണ്ട്. ഈ വീഡിയോയിൽ കൂടെ മീനിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. കൂട്ടത്തിലൊരു 3 വലിയ തവളയും കൂടെ ഉണ്ട് കേട്ടോ. തവളേനെയും കിട്ടിയിട്ടില്ല വീഡിയോയിൽ. ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്ലാവ്. ഇത് കായ്ക്കാനായിട്ട് എകരം വെട്ടിക്കളഞ്ഞ് അവസാനം പ്ലാവും വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് അവസാനം പ്ലാവ് കായ്ച്ചു. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. ഈ കമ്പിയൊക്കെ കൂടെ ഉണ്ടല്ലോ, പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നിറയെ പാഷൻ ഫ്രൂട്ട് കായ്ക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ പോയി. ഇത് പുതിനയില. പച്ചക്കറിയുടെ ഇടയ്ക്കോടെയും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നുപോലെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒരു ആര്യവേപ്പായി കാണുന്നു. ഇവിടെ ഒരു കോവലും ഉണ്ട്. പേരയ്ക്ക പിന്നെ നിലത്ത് മുട്ടാറായാണ് കിടക്കുന്നത്.
പച്ചമുളക്, പിന്നെ ചില ഔഷധ ചെടികളും ഉണ്ട് കേട്ടോ. ഇത് മുഞ്ഞയാണ്. ഈ കാണുന്നത് സർവ്വരോഗ സംഹാരി എന്ന് പറയപ്പെടുന്ന ചങ്ങലം പരണ്ട. പനിക്കൂർക്ക, മുറിവൂട്ടി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പൊന്നാങ്കണ്ണി ചീര. ഇത് ഒത്തിരി ഗുണമുള്ള സാധനം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന കായ ഉണ്ടല്ലോ, ഇതിന് ചൈനീസ് ബെറി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് കപ്പച്ചീര. പാവല്, പയറ് ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസം പറിച്ചതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് കായൊന്നും കാണാത്ത. ഇത് വെള്ള ഞാവല്. ഇതിൽ കായ്ക്കാനായില്ല, തൈയല്ലേ. പനിനീർ ചാമ്പ. ഇതൊരു കപ്പളത്തിൻ്റെ തൈയാട്ടോ. ഈ പറമ്പിൻ്റെ അതിരിലൂടെയൊക്കെ കൈത നട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് ചെറിയ പ്ലാവുകൾ ഇതിലൂടെ ഉണ്ട് കേട്ടോ. എല്ലാത്തേലും താണ്ടെ ഈ മേലെ ഒന്നും ചക്കയില്ല, താഴെ മാത്രമേ ചക്ക കായ്ച്ചിട്ടുള്ളൂ. നല്ല സുഖം എന്തായാലും പറിക്കാനായിട്ട്. കുരുമുളക്. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന എണ്ണയില്ലേ, എണ്ണയില അത്. പൈനാപ്പിൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി കൂടുതൽ കായ്കളും പൂക്കളും ഒക്കെ ആകുമ്പോൾ വേറെ വീഡിയോ എടുത്തിടാം കേട്ടോ.